ഹലോ ഗൈസ്, മൂന്നാർക്ക് ചങ്ങായിമാരോട് പോയപ്പോ കിട്ടിയ എട്ടിന്റെ പണി കാണിച്ചു തരാം. പാലക്കാടാണ്. രാത്രി ഒടിയന്മാരൊക്കെ ഉണ്ടെന്ന് പരക്കെ സംസാരം ഉണ്ട്. എന്നാലും എനിക്ക് പണിയൊന്നുമില്ല. പക്ഷെ എന്റെ കൂട്ടുകാരൻ വന്നപ്പോൾ സമാധാനമായി. ആസ് യൂഷ്വൽ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിക്കാണ് ചങ്ങായിമാരെ കൂടിയിട്ട്. നമ്മുടെ കൂടെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അപ്പായുണ്ട്. ക്യാമറ ഉണ്ട്, ചങ്ങായി അപ്പോൾ ഓടും. പിന്നെ ഇതാ ട്രെയിൻ എത്തിയപ്പോൾ ചങ്ങായി ഒടുക്കത്തെ തിരക്ക്. പക്ഷെ ഈ തിരക്കിന്റെ സ്ട്രെസ് ഒന്നും അറിയാതെ നമ്മുടെ അപ്പായി അവിടെ സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറിന് ശേഷം ആലുവ ബസ് സ്റ്റാൻഡിലെത്തി നോക്കുമ്പോഴും അപ്പായി ഇവിടെ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാണ്ട് ബസ് കയറാൻ. അല്ലെങ്കിലും സീറ്റിലെങ്കിൽ നിന്ന് യാത്ര ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. മണിക്കൂറുകൾ നിന്നിട്ട് മൂന്നാർ ട്രെയിനിൽ 2 മണിക്കൂർ മുമ്പാണ് എനിക്കൊരു സീറ്റ് കിട്ടിയത്. ബസ്സിൽ നിന്ന് തണുത്ത് പറിച്ചിട്ട് എന്റെ ചങ്ങായിമാർക്ക് മൂന്നാറിൽ കാല് തമടി വയ്ക്കണ്ടാറില്ല. ഇവിടെ നിന്ന് പുക വിട്ട് കളിക്കാൻ ഭയങ്കര രസമാണ്. എന്റെ ചങ്ങായിക്ക് അത് ഭയങ്കര ഇഷ്ടം ചെയ്ത്. ഒരു ഹാഫ് തമിഴിനോട് റൂം വെച്ചപ്പോഴാണ് ചങ്ങായി പറഞ്ഞത്, തമ്പി അങ്ങ് റൂം ഇറക്കുകയാണ്. അപ്പൊ നമ്മൾ പോയി നോക്കിയപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. ഇവിടെ കടന്നിറങ്ങി ഒരു 10 മണിയായപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ശക്തമായിട്ട് നമ്മുടെ സഖാക്കന്മാർ ഇവിടുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ ഇതെന്താ മുടന്ത് പിടിച്ച ഓട്ടർഷേ. നടന്ന് ടാക്സി സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് ബസ് കിട്ടിയത്. മോനി സീൻ എന്നൊക്കെ പറഞ്ഞല്ലോ, കിഡിലും വ്യൂ ആയിട്ട് കാണാൻ പോണത്. ഇപ്പൊ നമ്മൾ ബസ്സിൽ പോയോണ്ടിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിന്റെ അടുത്തുള്ള എക്കോ പോയിന്റിലേക്കാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്തായാലും എക്കോ പോയിന്റ് അല്ലേ, അപ്പൊ എക്കോ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അപ്പൊ കേൾപ്പിച്ചുതരാം. കുറെ ഫോട്ടോജനിക് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെയും ഫോട്ടോഗ്രാഫി എങ്ങനെ ക്രിയേറ്റീവായി ചെയ്യാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ കൂടെ കാണാൻ പറ്റും. പരിപാടി കണ്ടതിന് ബസ് കയറാൻ വേണ്ടി പുറത്തു വന്നപ്പോഴാണ് ഇത് കാണാൻ പറ്റിയത്. ചെങ്ങായിക്കാണെങ്കിൽ ഹൈറ്റും ഇല്ല, കുറഞ്ഞാലും എത്തണില്ല. നമ്മളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. കിട്ടുവോ ഇല്ലടാ, കിട്ടുവോ. അവസാനം ചെങ്ങായിന്റെ എറിഞ്ഞെടുത്ത്. മൂന്നാറിൽ വന്നിട്ട് എങ്ങനെ മുട്ടായി ചാമ്പാം എന്നാണ് ചെങ്ങായി കാണിച്ചു തരാൻ പോണത്. ഓരോ കടയിൽ കയറുക, മുട്ടായി ടേസ്റ്റ് ചെയ്യാൻ നോക്കുക, കഴിക്കുക, മേടിക്കാതെ പോരുക. പക്ഷെ ഞാൻ ചെയ്യരുതിട്ടോ, മോശമാണ്. ഞങ്ങൾ അവസാനം 2-3 പെട്ടി മേടിച്ചിട്ട് അവിടുന്ന് പോകുന്നത്. ഇന്ന് നമുക്ക് 1 മണിയായപ്പോഴാണ് മൂന്നാർ സിറ്റിയിലേക്ക് ബസ് കിട്ടിയത്. അവിടെ നമ്മൾ നല്ല ബിരിയാണിയും ചോറും അൽഫാമൊക്കെ കഴിച്ചു. കണ്ടാൽ മനസ്സിലാവും ഫോറിനേഴ്സ് ആണ്, പക്ഷെ ട്രിപ്പിനൊന്നുമല്ല, ഇവിടെ താമസിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ നേരെ പോയത് സ്പോട്ടിന്റെ പേര് ഞാൻ മറന്നില്ല, ഞാനത് കമന്റ് ബോക്സിൽ ടാഗ് ചെയ്യാം. ഏതോ ഒരു അണ്ണന്റെ ടീ പ്ലാന്റേഷന്റെ ഏരിയയാണ്. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് നമുക്ക് കാണാൻ കിട്ടും ഇവിടുന്ന്. റിയൽ ലൈഫിൽ ഒരു റീൽ പോലും എടുക്കാത്ത ചങ്ങായിമാരാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ പോലെ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഒരു റീൽ എടുക്കാൻ വേണ്ടി പോണത്. നിങ്ങൾ എന്നെ കണ്ടോക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗായ്സ്. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ബൈ ബൈ.